പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവതോത്സവം ഏകാദശകത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. 100 കണക്കിന് ഭക്തർക്ക് സായുജ്യം. പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവംബർ 25 മുതൽ ഡിസംബർ 6 വരെ നീണ്ടുനിന്ന ശ്രീമദ് ഭാഗവതോത്സവം ഏകാദശാഹത്തിന് ഭക്തിസാന്ദ്രമായ സമാപനമായി. വർഷങ്ങൾക്ക് മുൻപ് എളിയ തോതിൽ തുടങ്ങിവെച്ച മുടക്കമില്ലാതെ വിപുലമായി ആഘോഷിച്ചു വരുന്ന ഭാഗവത സത്രം ഇത്തവണയും 100 കണക്കിന് ഭക്തർക്ക് സായുജ്യം നൽകി. പ്രമുഖരായ ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി, സർവശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവരായിരുന്നു ഇത്തവണത്തെ യജ്ഞാചാര്യന്മാർ. ബ്രഹ്മശ്രീ മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണഹരി നമ്പൂതിരി കോഴിക്കോട് എന്നിവർ സഹാചാര്യന്മാരായിരുന്നു. സമാപന ദിനമായ ശനിയാഴ്ച കൽക്യാവതാരം, ബ്രഹ്മോപദേശം, പരീക്ഷത്തിന്റെ മുക്തി, മാർക്കണ്ഡേയ ചരിത്രം, ഭാഗവത സംഗ്രഹം തുടങ്ങിയ പ്രധാന ചടങ്ങുകൾ നടന്നു. യജ്ഞാചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ അവഭൃത സ്നാനത്തോടു കൂടിയാണ് ഏകാദശാഹത്തിന് സമാപനമായത്. ക്ഷേത്രാങ്കണത്തിലെ ശ്രീമദ് ഭാഗവതോത്സവ വേദിയിൽ നിന്നും വിഗ്രഹങ്ങളെ പഞ്ചവാദ്യ സമേതം നിളാനദി തീരത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് അവഭൃത സ്നാന ഘട്ടങ്ങൾക്ക് ശേഷം ഘോഷയാത്രയായ വിഗ്രഹങ്ങൾ ശ്രീമദ് ഭാഗവതോത്സവ വേദിയിൽ തിരിച്ചെത്തി. CCV ന്യൂസ്, തിരുവല്ലോമല.